ഹായ്, SL ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ പേര് അവരുടെ മനസ്സിലുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇംപ്രഷൻ എങ്ങനെ ബെറ്റർ ആക്കാൻ പറ്റുക എന്നുള്ളത് അതെല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യമാണ്. ഒരാൾ നമ്മളെ കാണുന്ന സമയത്ത് ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് എപ്പോഴും നല്ല രീതിയിലായിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. അതിലൂടെയാണ് അവർക്ക് നമ്മളോട് പിന്നീട് അങ്ങോട്ട് ഒരു ഇഷ്ടം വരുന്നതും എല്ലാം ഈ ഒരു ഫസ്റ്റ് ഇംപ്രഷനിലാണ് ഇരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ ബെറ്റർ ആക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വേറൊന്നുമില്ല, നിങ്ങളുടെ അപ്പിയറൻസ് ആണ്. നമ്മളത് ഊഹിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരാൾ നമ്മളെ കാണുന്ന സമയത്ത് പെട്ടെന്ന് നോട്ട് ചെയ്യാൻ നമ്മളുടെ ആ ഒരു ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെയാണ്, നമ്മുടെ ഓവറോൾ ലുക്കാണ്. അപ്പിയറൻസ് എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഡ്രസ്സിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഹെയർ സ്റ്റൈൽ ആയിക്കോട്ടെ, അത് ഭയങ്കര നീറ്റായിട്ട് ഇരിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കും. അത് ആരുടെയും തെറ്റല്ല, മനുഷ്യരങ്ങനെയാണ്, എല്ലാവരും അങ്ങനെയായി. ഇപ്പം നമ്മൾ ആരാണെങ്കിലും അങ്ങനെയാണ് ഒരാളെ പെട്ടെന്ന് കാണുന്ന സമയത്ത് നോക്കാറുള്ളത്. ആളെ കാണാൻ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ആളിട്ടിരിക്കുന്ന ഡ്രസ്സ് എങ്ങനെയുണ്ട്, ഈ കാര്യങ്ങൾ നമ്മൾ നോക്കും എന്നുള്ളതാണ്. അതൊരിക്കലും കുറ്റം ആയിട്ട് നമുക്ക് പറയാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഓവറോൾ ലുക്കാണ്. അത്യാവശ്യം നീറ്റായിട്ട് തന്നെ ഡ്രസ്സ് ധരിക്കുക. ഹെയർ സ്റ്റൈൽ ആണെങ്കിലും മാച്ച് ആവുന്ന രീതിയിലാണ്. ഇപ്പം നിങ്ങൾ പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയറും താടിയും ഒക്കെ നിങ്ങൾ ഭയങ്കര നീറ്റായിട്ട് തന്നെ കൊണ്ടു നടക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ആണ്. അതായത് ബോഡി ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ മറ്റൊന്നുമില്ല. ഇപ്പം നിങ്ങൾ ഒരാളോട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവരോട് തന്നെ നിങ്ങളൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ കോണ്ടാക്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. കണ്ണിൽ നോക്കി സംസാരിക്കാൻ ശ്രമിക്കുക. ആൻഡ് സ്ട്രെയിറ്റ് പോസ്റ്റർ ആയിരിക്കണം. അതായത് നേരെ നിന്ന് സംസാരിക്കുക. ഇപ്പൊ അവരെങ്ങനെ നിൽക്കുകയാണെങ്കിൽ അവരുടെ തൊട്ടടുത്ത് അങ്ങോട്ട് തന്നെ നോക്കി നിന്ന് സംസാരിക്കുകയല്ല ചെയ്യേണ്ടത്. അവരിപ്പോൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അവരുടെ ഓപ്പോസിറ്റ് നിന്നിട്ട് അവരെ നോക്കി സംസാരിക്കുക. അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നിങ്ങൾ ട്രൈ ചെയ്യണം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഒരാളെ കാണുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഷേക്ക് ഹാൻഡ് കൊടുക്കാറുണ്ട്, അങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ ഹഗ് ചെയ്യാറുണ്ട്. അപ്പൊ ആ രീതിയിൽ അങ്ങനെ നിങ്ങളൊന്ന് കാണുന്ന സമയത്ത് അങ്ങനെ ചെയ്യുന്നത് ബെറ്റർ ആണ്. അത് അവർക്കൊരു അട്രാക്ഷൻ ഫീൽ ചെയ്യിപ്പിക്കും. മാത്രമല്ല നിങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് എന്നൊരു തോന്നലൊക്കെ അവരിൽ ഉണ്ടാക്കും എന്നുള്ളതാണ്. ഇതൊക്കെ ശരിക്കും നമ്മളോടുള്ള അവരുടെ ഒരു അട്രാക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ബെറ്റർ ആക്കാൻ പറ്റിയിട്ടുള്ള നല്ല വഴികളാണ്. സോ ഇതും കൂടി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. മൂന്നാമത്തെ പോയിന്റ് സ്പീച്ച് ആൻഡ് ടോൺ ആണ്. അതായത് വേറെ ഒന്നല്ല, നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഓവർ സൗണ്ട് ഇട്ട് സംസാരിക്കാൻ പാടില്ല. വളരെ കാമായ രീതിയിൽ വേണം സംസാരിക്കാനായിട്ട്. കേൾക്കുമ്പോൾ അവർക്ക് തന്നെ ഓക്കെ നല്ല, അതായത് സ്വീറ്റ് വോയിസ് എന്ന് തോന്നുന്ന രീതിയിൽ, അതിന് ഭയങ്കര ഭംഗിയുള്ള സൗണ്ട് വേണം എന്നൊന്നുമില്ല. ഭയങ്കര കാമായ രീതിയിൽ നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഏതൊരു സൗണ്ടും രസം ഉണ്ടാവും എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഭയങ്കര സ്പീഡിൽ സംസാരിച്ച് പോവുക, അങ്ങനെയൊന്നും നിങ്ങൾ സംസാരിച്ച് പോവരുത്. പതിയെ സംസാരിക്കുക. അതേ കൂട്ടത്തിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ താങ്ക് യു പറയാം, സോറി പറയാം, അതുപോലെ നൈസ് ടു മീറ്റ് യു പറയാം. ഇങ്ങനെയുള്ള വേർഡ്സൊക്കെ യൂസ് ചെയ്ത് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും കുറച്ചുകൂടി അട്രാക്ഷൻ ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ കൂട്ടണം എന്നുള്ളവർ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് സൗണ്ടൊക്കെ ഭയങ്കരമായിട്ട് കുറച്ച് ഭയങ്കര സ്പീഡിൽ സംസാരിക്കാതെ പതിയെ സംസാരിക്കുക. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്ന രീതിയിലുള്ള വേർഡ്സും അതുപോലെ നിങ്ങളുടെ ഹാപ്പിനെസ് അറിയിക്കുന്ന രീതിയിലുള്ള വേർഡ്സൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു കോൺഫിഡൻസും നിങ്ങളുടെ ഒരു എനർജിയും കാര്യങ്ങളൊക്കെയാണ്. അതായത് ഇപ്പോൾ നമ്മളുടെ എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളെ കാണുന്ന സമയത്ത് എങ്ങനെ എനർജി മനസ്സിലാക്കുക എന്നൊരു തോന്നലുണ്ടായിരിക്കും. വേറെ ഒന്നും വേണ്ട, അവരിപ്പോൾ നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ തന്നെ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് സംസാരിക്കുന്നതെന്ന് വെക്കാം. ഇപ്പോൾ നമ്മൾ ഭയങ്കര സാഡ് ആയിട്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ പോലും അവർ ഹാപ്പി ആയിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ വൈബിലേക്ക് നമ്മൾ എത്തുക ചെയ്യുക അല്ലേ. അപ്പോൾ എല്ലാ ആളുകളിലും കാര്യം അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ അവർ ഭയങ്കര എനർജറ്റിക് ആയിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ എനർജിയിലേക്ക് പോകുന്ന പോലെ തന്നെ നമ്മളും ഭയങ്കര വൈബോട് കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ടൊരു അട്രാക്ഷൻ, ഇഷ്ടമൊക്കെ നമ്മളോട് ഫീൽ ചെയ്യും. അത് എന്തായാലും നടക്കുന്ന കാര്യമാണ്, ഇതിൽ സംശയമൊന്നും വേണ്ട. അത് മാത്രമല്ല, നമ്മളിപ്പോഴും ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ആളുകളോടാണ് ഒരു ഇഷ്ടം കൂടുതലായിട്ട് വരാറുള്ളത്. അവരോടാണ് നമുക്ക് ഇഷ്ടം തോന്നുക. അതും തെറ്റായിട്ടുള്ള കാര്യമല്ല, എല്ലാവർക്കും അങ്ങനെയാണ്. എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന, കുറച്ച് തമാശകൾ പറയുന്ന ഒരാളുടെ കൂടെ ഇരിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുക. അപ്പോൾ നിങ്ങളും കുറച്ചൊക്കെ ഫണ്ണായിട്ട് മാറുക. അതേപോലെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിരിക്കാനും നിങ്ങൾ മനസ്സ് കാണിക്കുക എന്നുള്ളതാണ്. നല്ല ലിസണറായിട്ട് എപ്പോഴും മാറാൻ ശ്രമിക്കുക. സംസാരിക്കുമ്പോൾ ഇടയിൽ കയറി സംസാരിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഇനി മുതൽ ചെയ്യാതിരിക്കുക. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, ചെറിയ ചെറിയ കോംപ്ലിമെന്റ്സ് നൽകുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് അവരെ കാണുന്ന ഒരാളാണെങ്കിൽ തന്നെ ചെറിയ കോംപ്ലിമെന്റ്സ് നൽകാം എന്ന് കരുതി ഒരൊറ്റ
കമ്മ്യൂണിക്കേഷൻ്റെ ഇടയിൽ 4-5 കോംപ്ലിമെന്റ്സ് അങ്ങോട്ട് ഇട്ട് കൊടുക്കരുത്. അത് രസം ഉണ്ടാവില്ല, നിങ്ങളോടുള്ള വാല്യൂ കുറയ്ക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ രീതിയിലുള്ള കോംപ്ലിമെന്റ്സ്, ഓക്കെ നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എന്ന് പറയും. അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്രയും ഈ ഒരു ടോട്ടൽ നിങ്ങളുടെ അപ്പിയറൻസ് സൂപ്പറാണ്, എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അവരെ നമ്മളൊന്ന് പൊക്കുകയാണ് ചെയ്യുന്നത്, പുകഴ്ത്തുകയാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ഇഷ്ടം കൂടുകയും ചെയ്യും. മാത്രമല്ല കോംപ്ലിമെന്റ്സ് എല്ലാവർക്കും ഇഷ്ടമല്ലേ, ഇങ്ങനെ പറയുന്ന ആളുകളെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മളുടെ നിന്ന് കോംപ്ലിമെന്റ്സ് കേൾക്കണമെന്ന് തോന്നും. അപ്പോൾ വീണ്ടും നമ്മളെ കാണാനുള്ള ഒരു ആഗ്രഹവും അവർക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. ഇതിലൂടെയും അവർക്ക് നമ്മളോടുള്ള അട്രാക്ഷൻ കൂട്ടാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള കോംപ്ലിമെന്റ്സ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷൻ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ആക്കാനായിട്ട് കഴിയും. അതായത് ഇതുവരെ ചിലപ്പോൾ ആർക്കും അങ്ങനെ നിങ്ങളോട് ഫസ്റ്റ് ആദ്യമായി കാണുന്ന സമയത്തൊന്നും വലിയ രീതിയിലുള്ള ഇംപ്രഷനും അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടാവില്ല. പക്ഷേ ഈ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് നിങ്ങളോടുള്ള ഒരു അട്രാക്ഷൻ കൂട്ടാനായിട്ട് എന്തായാലും പറ്റും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുമെന്നുള്ള വിശ്വാസത്തിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്